അങ്ങ് കാഞ്ചീപുരം ഗ്രാമത്തിൽ 80 വയസ്സുള്ള ഗൗരി എന്നൊരു മുത്തശ്ശി ജീവിച്ചിരുന്നു. ആ മുത്തശ്ശിക്ക് 3 മക്കളാണുള്ളത്. 3 പേരും പട്ടണത്തിലാണ് താമസം. പട്ടണത്തിൽ ആർഭാടമായ ജീവിതം നയിക്കുന്നതുകൊണ്ട് തന്നെ അവർ 3 പേരും ഇപ്പോൾ കടത്തിലാണ്. പലിശയും പലിശയുടെ പലിശയുമൊക്കെ പെരുകി അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. മക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന മനസ്സായിരുന്നു ഗൗരി അമ്മയുടെ. പക്ഷേ മക്കളെ സഹായിക്കാനുള്ള പണമൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം മക്കൾ ഗൗരി അമ്മയെ സമീപിച്ചു. "അമ്മേ, ഈ വീട് വിറ്റാൽ ഞങ്ങളുടെ കടങ്ങൾ കുറയും. അമ്മയ്ക്ക് ഞങ്ങളെ കൂടെ വന്ന് താമസിക്കാം." ഭർത്താവ് മരിച്ചതിന് ശേഷം ആ വലിയ തറവാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഗൗരിയമ്മയ്ക്ക് മക്കൾ പറയുന്നത് ശരിയാണെന്ന് തോന്നി. എന്നാലും തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ വീട് വിറ്റുപോകുമ്പോൾ ഗൗരിയമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു രാത്രി മക്കളുടെ സംഭാഷണം കേട്ട ഗൗരിയമ്മയുടെ മനസ്സൊന്ന് തകർന്നു. "വിലപിടിപ്പുള്ളത് മാത്രം എടുക്കുക, ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിക്കുക. പുതിയ താമസക്കാർ വരുമ്പോൾ അവരത് ചവറിന്റെ കൂട്ടത്തിൽ ഇട്ടോളും" എന്നാണ് അവർ പറഞ്ഞത്. പറയുന്നത് കേട്ട് ഗൗരിയമ്മ ഒന്ന് നെട്ടി. "എൻ്റെ വീടിന്റെ ഓർമ്മകളെല്ലാം എങ്ങനെയാണ് ഇവർക്ക് ചവറാകുന്നത്? അവർ 3 പേരെയും ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കി. പിന്നെ എങ്ങനെയാണ് അവർക്കത് പറയാൻ സാധിക്കുന്നത്?" എന്ന് ഗൗരിയമ്മ ആലോചിച്ചു. അങ്ങനെ ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോൾ മക്കൾ 3 പേരും വീട് വിൽക്കുന്ന പേപ്പറുകളെല്ലാമായി വന്നു. "അമ്മേ, ഇവിടെ ഒപ്പിടൂ" എന്ന് ഗൗരിയമ്മയോട് പറഞ്ഞു. ഗൗരിയമ്മയുടെ ചങ്കൊന്നു പെടഞ്ഞു. എന്നാലും ഗൗരിയമ്മ ഒന്നും മിണ്ടാതെ മക്കൾ തന്നെ സ്നേഹിക്കുന്നു എന്ന വിശ്വാസത്തിൽ ഒപ്പിട്ടു കൊടുത്തു. അവരുടെ വസ്ത്രങ്ങൾ മറ്റും ഗൗരിയമ്മ ഒതുക്കി വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഗൗരിയമ്മയുടെ വസ്ത്രങ്ങളും മറ്റും എല്ലാം ഒതുക്കി വെച്ചു. "ഒരു ബാഗിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ മാത്രം മതി" എന്ന് മൂത്ത മകൾ രാധ പറഞ്ഞു. "ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ്റെ ഫോട്ടോ, അച്ഛൻ്റെ സാധനങ്ങൾ, പഴയ അച്ഛൻ്റെ റേഡിയോ ഇതെല്ലാം എവിടെ വെക്കുമെന്ന് ഗൗരിയമ്മ ചോദിച്ചു. "അതൊക്കെ ചവറാണ്, അതൊന്നും ഞങ്ങളെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലെന്ന്" രാധ ദേഷ്യത്തോടെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗൗരി അമ്മയുടെ മനസ്സൊന്ന് ഇടറി. 2 ദിവസത്തിനുള്ളിൽ വീട് വിറ്റു. അമ്മ ഒരാഴ്ചക്കുള്ളിൽ വീട് ഒഴിയണം എന്ന് മക്കളായ രാധയും രാജനും രതികയും അമ്മയോട് പറഞ്ഞു. "അമ്മ ഒറ്റയ്ക്കാകുകയില്ല. അമ്മയെ ഞങ്ങൾ നോക്കും. അമ്മയ്ക്ക് ഒരു കുറവും ഒന്നും തന്നെ ഉണ്ടാകുകയില്ല" എന്ന് മക്കൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗൗരി അമ്മയ്ക്ക് സന്തോഷമായി. എന്നാൽ ആരുടെ വീട്ടിൽ അമ്മയെ താമസിപ്പിക്കുമെന്ന് അവർക്ക് തീരുമാനം ഉണ്ടായിരുന്നില്ല. ഓരോ ദിവസവും ആ വലിയ തറവാട്ടിലെ ഓരോ മുറിയും തൊട്ട് തൻ്റെ മനസ്സിൽ നിറച്ചു. ഗൗരി അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. ഇത്ര നാൾ താൻ ജീവിച്ച ഈ വീട്ടിൽ ഇനി താൻ ഉണ്ടാകുകയില്ല എന്നോർത്ത് ഗൗരി അമ്മ വിങ്ങിപ്പൊട്ടി. അങ്ങനെ ഓരോ മുറിയും ഹാളും ഗൗരി അമ്മ പതുക്കെ പതുക്കെ നോക്കി കണ്ടു. അങ്ങനെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഗൗരി അമ്മയുടെ അയൽവാസിയും ഉറ്റ സുഹൃത്തുമായ ലക്ഷ്മി അമ്മയോട് പറഞ്ഞു. ലക്ഷ്മി ഇതിനൊന്നും സമ്മതിച്ചില്ല. "നിന്റെ വീട് വിറ്റാൽ പിന്നെ നിന്റെ മക്കളൊന്നും നോക്കുകയില്ല" എന്നാണ് ഗൗരി അമ്മയോട് ലക്ഷ്മി പറഞ്ഞത്. എന്നാൽ ഗൗരി അമ്മ അതിനു മറുപടി പറഞ്ഞു. "എൻ്റെ മക്കൾ എന്തായാലും എന്നെ തെരുവിൽ വലിച്ചെറിയുകയില്ല. അവർ എന്നെ നല്ലതുപോലെ നോക്കുമെന്ന് ഗൗരിയമ്മ ലക്ഷ്മി അമ്മയോട് പറഞ്ഞു. "എനിക്ക് അവരെ വിശ്വാസമുണ്ട്" എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയമ്മ പതുക്കെ നടന്നു. ഗൗരിയമ്മ വീട്ടിൽ പോയി തൻ്റെ ബാഗുകളെല്ലാം പാക്ക് ചെയ്തു. ഒരു ചെറിയ സഞ്ചിയിൽ തൻ്റെ വിലപിടിപ്പുള്ള ഭർത്താവിൻ്റെ ഫോട്ടോയും കുറച്ച് സ്വർണവും മറ്റുമായി വെച്ചു. വീട് വിട്ടിറങ്ങിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ 3 പേരും വലിയ സന്തോഷത്തിൽ ആയിരുന്നു. അവർ 3 പേരും വീട് വിറ്റ പൈസ പങ്കിട്ടെടുത്തു. ഗൗരി അമ്മ ആദ്യം പോയത് രാധയുടെ വീട്ടിലേക്കാണ്. പട്ടണത്തിൽ വലിയൊരു വീടാണ് രാധയുടെ. ഗൗരി അമ്മ അവിടെ താമസിച്ചു. എന്നാൽ വൈകാതെ മക്കൾ തമ്മിൽ അമ്മയുടെ പേരും പറഞ്ഞ് തർക്കത്തിലായി. മൂത്ത മകൾ രാധ രാജനെ വിളിച്ചു പറഞ്ഞു. "ഇനി നിന്റെ ഊഴമാണ്. നീയാണ് ഇനി അമ്മയെ താമസിപ്പിക്കേണ്ടത്" എന്ന് പറഞ്ഞു. ഉടനടി രാജൻ പറഞ്ഞു. "എനിക്കൊരു ബിസിനസ് ടൂർ ഉണ്ട്. എനിക്കിപ്പോൾ അമ്മയെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല." അങ്ങനെ ഗൗരി അമ്മ അവസാനം പോയത് ഏറ്റവും താഴെയുള്ള മകളായ രാധികയുടെ വീട്ടിലേക്കാണ്. വലിയൊരു പട്ടണത്തിൽ വലിയൊരു വീടാണ് രാധികയുടെ. നിറച്ചു മുറികളും അതേപോലെ തന്നെ വലിയ ഫർണിച്ചറുകളും ആയിട്ടുള്ള ആഡംബരമായിട്ടുള്ള വീടാണ് രാധികയുടേത്. എന്നാൽ ഗൗരി അമ്മക്ക് അവിടെ കിട്ടിയത് ചെറിയൊരു സ്റ്റോർ റൂം പോലത്തെ മുറിയായിരുന്നു. രാധികയുടെ ഓഫീസിനു വേണ്ടി മുൻപ് ഉപയോഗിച്ച മുറിയാണ്. ചെറിയൊരു മുറി, ഒരു കട്ടിൽ മാത്രം ഇടുവാൻ സൗകര്യമുള്ള മുറി. എന്നാലും ഗൗരിയമ്മ അവിടെ സന്തോഷത്തോടു കൂടി ജീവിച്ചു. തൻ്റെ മക്കളുടെ ഒപ്പമാണല്ലോ താൻ ജീവിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗൗരിയമ്മ തൻ്റെ പഴയ പുതപ്പുകളും മറ്റും രാധികക്ക് കൊടുത്തു.
ഇതു നീ എടുത്തു വീട്ടിൽ ഉപയോഗിച്ചോളൂ. ഉടനടി രാധിക അത് വലിച്ചെറിഞ്ഞു. ഇതൊക്കെ ചവറുകളാണ്, ഇത്രയും വലിയ വീട്ടിൽ ഈ ചവറുകളെല്ലാം ഉപയോഗിക്കാൻ പാടില്ല എന്ന് രാധിക പറഞ്ഞു. ഇതു കേട്ടപ്പോൾ ഗൗരിയമ്മക്ക് വളരെ സങ്കടമായി. ഗൗരിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രാധിക പറഞ്ഞു, ഇങ്ങനത്തെ ചവറുകളൊന്നും എനിക്ക് വേണ്ട. രാധിക പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നെയും പിന്നെയും ആലോചിച്ച് ഗൗരിയമ്മയ്ക്ക് സങ്കടമായി. എന്റെ മകൾക്ക് ഇങ്ങനെയൊക്കെ എന്നോട് എങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു? ഒരാഴ്ച കഴിഞ്ഞ് ഉടനെ തന്നെ രാധിക രാജനെ വിളിച്ചു. ഇനി നിന്റെ ഊഴമാണ്. നിന്റെ ബിസിനസ് ടൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ. നീ വേഗം തന്നെ അമ്മയെ ഇവിടുന്ന് കൊണ്ടുപോകണം. ഇനി നിന്റെ വീട്ടിൽ നിർത്തണമെന്ന് രാധിക ദേഷ്യത്തോടെ പറഞ്ഞു. രാധികയ്ക്ക് എങ്ങനെയെങ്കിലും അമ്മ തന്റെ വീട്ടിൽ നിന്ന് പോയാ മതി എന്നായിരുന്നു. എന്നാൽ രാജന്റെ ഭാര്യ പത്മിനിക്ക് ഗൗരിയമ്മയെ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർ ഗൗരിയമ്മയെ കൊണ്ട് വീട്ടിലെ പണികളെല്ലാം ചെയ്യിപ്പിച്ചു. ഒരു രാത്രി പത്മിനിയും രാജനും പറയുന്നത് ഗൗരിയമ്മ കേട്ടു. നിങ്ങളുടെ അമ്മയുടെ പെൻഷനൊന്നും ഇവിടെ ഒരൊറ്റ വസ്തുവിന് തികയില്ല. നിങ്ങളുടെ അമ്മയുടെ തുച്ഛമായിട്ടുള്ള പെൻഷൻ എന്തിനു കൊള്ളും? അതുമാത്രമല്ല, എനിക്ക് നിങ്ങളുടെ അമ്മയെ കാണുന്നതേ ദേഷ്യമാണ് എന്ന് പത്മിനി രാജനോട് പറഞ്ഞു. ഇതു കേട്ടപ്പോൾ ഗൗരിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗൗരിയമ്മ മുറിയിൽ പോയി ഇരുന്നു. താൻ ചെയ്തത് എത്രയോ വലിയ മണ്ടത്തരമാണ്. താൻ മക്കൾ പറഞ്ഞപ്പോൾ ഉടനടി ആ വീട് വിൽക്കരുതായിരുന്നു എന്ന് ഗൗരിയമ്മ ആലോചിച്ചു. അങ്ങനെ രാജനും പത്മിനിയും ഇല്ലാത്ത ദിവസം നോക്കി ഗൗരിയമ്മ ആ വീട് വിട്ടിറങ്ങി. ഉടനടി മക്കളുടെ വിളികൾ വന്നു. അമ്മ എവിടെ പോയതാണ്? ഫോൺ എടുത്ത ഗൗരിയമ്മയോട് അവർ ദേഷ്യത്തിൽ വർത്താനം പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ ഗൗരിയമ്മയ്ക്ക് വളരെയധികം സങ്കടമായി. തന്റെ കൂട്ടുകാരത്തിയായ ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്നാണ് ഗൗരിയമ്മ വിചാരിച്ചത്. അങ്ങനെ ഗൗരിയമ്മ റോട്ടിലൂടെ പതുക്കെ പതുക്കെ നടന്നു. പക്ഷേ ക്ഷീണിതയായ ഗൗരിയമ്മ റോഡരികിലെ ഒരു ബെഞ്ചിൽ തളർന്നിരുന്നു. ഗൗരിയമ്മ പിന്നീട് കണ്ണു തുറക്കുമ്പോൾ ഒരു വലിയൊരു റൂമിലായിരുന്നു. അവിടെ തൻ്റെ ഒപ്പം ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ ഗൗരിയമ്മയോട് ചോദിച്ചു, ഞാൻ അമ്മയെ മുത്തശ്ശിയെന്ന് വിളിക്കട്ടെ? എനിക്ക് മുത്തശ്ശിയില്ല, എനിക്ക് മുത്തശ്ശികളെ വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ഉടനടി അവിടേക്ക് ഒരു യുവതിയും കടന്നു വന്നു. എന്റെ പേര് മീര. എന്റെ ഭർത്താവാണ് അമ്മയെ രക്ഷിച്ചത്. അമ്മ ആ റോഡരികിൽ വളരെ അവശയായി കിടക്കുകയായിരുന്നു, ബോധമില്ലാതെ. ഉടനടി തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അമ്മ നല്ല ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നു. ഇതു കേട്ട ഉടനെ തന്നെ ഗൗരിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗൗരിയമ്മ തന്റെ കഥകളെല്ലാം മീരയോട് പറഞ്ഞു. മീരയ്ക്ക് ഇതെല്ലാം കേട്ടപ്പോൾ സങ്കടമായി. അമ്മ വിഷമിക്കേണ്ട, ഇനി അമ്മയ്ക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കാം. ഞങ്ങൾ നോക്കിക്കൊണ്ട് അമ്മയെ എവിടേക്കും ഞങ്ങൾ വിടുകയില്ല എന്ന് മീര സന്തോഷത്തിൽ പറഞ്ഞു. ഇതു കേട്ടപ്പോൾ ഗൗരിയമ്മയ്ക്കും സന്തോഷമായി. അപ്പോഴാണ് ആ വീട്ടിലേക്ക് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ കടന്നു വരുന്നത്. രാജേന്ദ്രൻ ദേഷ്യത്തിൽ ആ യുവാവിനോട് പറഞ്ഞു, നിങ്ങൾ 5 മാസത്തെ വാടക അടക്കുവാനുണ്ട്. ഉടനെ തന്നെ വാടക അടച്ചില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കും എന്ന് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് രാജേന്ദ്രൻ ആ വീട് വിട്ടിറങ്ങി. ഇതു കേട്ടപ്പോൾ ആ അമ്മ വേഗം ആ അമ്മയുടെ കയ്യിലിരിക്കുന്ന സ്വർണങ്ങൾ മീരയ്ക്കും മീരയുടെ ഭർത്താവിനും കൊടുത്തു. പക്ഷെ അവർ രണ്ടുപേരും അത് സ്വീകരിച്ചില്ല. പിന്നീട് ഗൗരിയമ്മ പറഞ്ഞു, അങ്ങ് കടലിന്റെ അവിടെ എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ നമുക്കൊരു ചെറിയ വീട് വെക്കാം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ആഭരണങ്ങൾ. നിങ്ങളിത് സ്വീകരിക്കണം. എന്റെ ഭർത്താവ് എനിക്ക് തന്ന ആഭരണങ്ങളാണ് ഇത്. അവിടെ ഒരു വീട് വെക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ മീരയും അവളുടെ ഭർത്താവും അങ്ങ് കടലരികിൽ അമ്മയുടെ സ്ഥലത്ത് നല്ലൊരു വീട് വെച്ചു. അങ്ങനെ അവർ 3 പേരും അവിടെ സന്തോഷത്തിൽ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് ഗൗരി അമ്മയുടെ മൂത്ത മകളായ രാധ അവിടേക്ക് കടന്നു വരുന്നത്. അമ്മയ്ക്ക് കടൽ തീരത്ത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറയാത്തത്? അമ്മ ഒന്നില്ലെങ്കിൽ ഈ സ്ഥലം ഞങ്ങളുടെ പേരിൽ എഴുതി തരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. ആ പൈസ അമ്മ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് രാധ പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ ഗൗരി അമ്മ ഒന്നും മിണ്ടാതെ പതുക്കെ ആ വീട്ടിലേക്ക് നടന്നു. ഗൗരി അമ്മയ്ക്ക് രാധ വന്നത് ഇഷ്ടമായില്ല. രാധ താൻ ചെയ്ത കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് വിഷമിച്ചു പോയി. അങ്ങനെ ഗൗരി അമ്മയും മീരയും ഭർത്താവും അവരുടെ കുട്ടിയും സന്തോഷത്തോടെ അവിടെ ജീവിച്ചു. കാലങ്ങളോളം ജീവിച്ചു.